അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ നിന്ന് മനുഷ്യരെ അകറ്റുന്നതിനും അള്ളാഹുവിന്റെ ശത്രുക്കളുടെ സൈന്യം വർദ്ധിപ്പിക്കുന്നതിനും ഏറ്റവും അടിസ്ഥാനപരമായ കാരണമായി തീർന്ന ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഇബ്ലീസിനെ ദുനിയാവിലേക്ക് ശപിച്ചുകൊണ്ട് പറഞ്ഞയക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനോട് പറഞ്ഞ ഒരു വാക്ക് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു വിശദീകരിച്ചിട്ടുണ്ട്. അതിപ്രകാരമാണ് അല്ലാഹു പറഞ്ഞു, ഖാല ഇദ്ഹബ് ഫമൻ തബിഅക മിൻഹും ഫഇന്ന ജഹന്നമ ജസാഉകും ജസാഅൻ മൗഫൂറ. അല്ലാഹു പറഞ്ഞു, ഇദ്ഹബ്, നീ ഇവിടെ നിന്ന് പോവുക. ഫമൻ തബിഅക മിൻഹും, മനുഷ്യരുടെ കൂട്ടത്തിൽ ജിന്നുകളുടെ കൂട്ടത്തിൽ നിന്നെ പിൻപറ്റിയ ആളുകൾ അവരും ഇവിടെ നിന്ന് പുറത്തേക്ക് പോവുക. ഫഇന്ന ജഹന്നമ ജസാഉകും ജസാഅൻ മൗഫൂറ, തീർച്ചയായും നിങ്ങൾക്ക് വേണ്ട പ്രതിഫലമായി ജഹന്നം എന്ന നരകമുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസ്തഫ്സിസ് മൻ ഇസ്തതഅത മിൻഹും ബിസൗതിക, അവരുടെ കൂട്ടത്തിൽ നിന്ന്, മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് നിന്റെ സൈന്യത്തിലേക്ക് നീ ആളുകളെ കൂട്ടുക. ബിസൗതിക, നിന്റെ ശബ്ദം കൊണ്ട്. ഖുർആനിന്റെ മുഫസ്സിറുകളുടെ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട തഫ്സീറുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അദ്ദേഹത്തിൽ നിന്ന് ഖുർആൻ പഠിച്ച അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രമുഖനായ ശിഷ്യൻ മുജാഹിദ് ഇബ്നു ഹബർ റഹിമഹുല്ലാഹു തആല, അദ്ദേഹം പറഞ്ഞു, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിന്റെ ശബ്ദം എന്ന് പറഞ്ഞത് ബില്ലഹ്വി വൽ ഗിനാ, അവിടെ ഉദ്ദേശിക്കപ്പെടുന്ന കാര്യം സംഗീതവും അതുപോലെ തന്നെ വിനോദ ഉപകരണങ്ങളുമാണ്. ഇതേ അർത്ഥത്തിൽ തന്നെ അൽ ഇമാം അദ്ദഹാഖ് അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഉദ്ദേശം സൗത്തുൽ മിസ്മാർ, സംഗീതോപകരണങ്ങളുടെ ശബ്ദമാണ് പിശാചിന്റെ ശബ്ദം എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കിന്റെ ഉദ്ദേശം എന്ന് അൽ ഇമാം അദ്ദഹാഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ലുഖ്മാനിൽ അതിന്റെ ആദ്യത്തെ ആയത്തുകളിൽ മുഅ്മിനീങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു. അവർ വിശുദ്ധ ഖുർആൻ കേട്ടാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അല്ലാഹു വിശദീകരിച്ചു. അല്ലാഹു പറഞ്ഞു, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീഥി കിതാബ മുതശാബിഹ മഥാനിയ തഖ്ശഅറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും ثم تلين جلودهم وقلوبهم إلى ذكر الله. വിശുദ്ധ ഖുർആൻ കേട്ടുകഴിഞ്ഞാൽ മുഅ്മിനീങ്ങൾ അവരുടെ തൊലിപ്പുറങ്ങൾ ആ ആയത്തുകൾ കേട്ടാൽ അവരുടെ തൊലികൾ ചലിക്കും, അവർക്ക് രോമാഞ്ചം ഉണ്ടായിത്തീരും. മാത്രമല്ല അവരുടെ ഹൃദയവും അവരുടെ ശരീരവും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ദിക്റിലേക്ക് മടങ്ങി വരും. മുഅ്മിനീങ്ങളുടെ സ്വഭാവം അല്ലാഹു സുബ്ഹാനഹു വ തആല ലുഖ്മാനിന്റെ ആദ്യത്തെ ആയത്തുകളിൽ വിശദീകരിച്ചു. എന്നിട്ട് അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കീങ്ങളുടെ കുഫാറുകളുടെ സ്വഭാവം വിശദീകരിച്ചു. വമിനൻ നാസി മൻ യശ്തരി ലഹുൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുസുവ ഉലൈക ലഹും അദാബുൻ മുഹീൻ. മുഅ്മിനീങ്ങൾ ഖുർആൻ കേൾക്കുന്നവരാണ്, അതിലാണ് അവരുടെ ആസ്വാദനമുള്ളത്, അതിലാണ് അവർ സ്വസ്ഥത കണ്ടെത്തുന്നത്, അതിലാണ് അവർക്ക് സമാധാനം ഉണ്ടാകുന്നത്. എന്നാൽ മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവർ യശ്തരി ലഹുൽ ഹദീസ്, അവർ വിനോദത്തിനു വേണ്ടി വിനോദത്തിന്റെ സംസാരങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നു. ലിയുദില്ല അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുന്നതിനു വേണ്ടി ബിഗൈരി ഇൽമിൻ, ഒരു അറിവും ഒരു വിജ്ഞാനവും ഇല്ലാതെ. വയത്തഖിദുഹാ ഹുസുവ, അല്ലാഹുവിന്റെ ആയത്തുകളെ അവർ തമാശയാക്കി മാറ്റിയിരിക്കുന്നു. ഉലൈക ലഹും അദാബുൻ മുഹീൻ, അവർക്ക് നിന്ദ്യമായ ശിക്ഷയുണ്ട് എന്ന് അല്ലാഹു അറിയിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു, വഇദാ തുത്ലാ അലൈഹി ആയാതുനാ വല്ലാ മുസ്തക്ബിറാ കഅൻ ലം യസ്മഅഹാ കഅന്ന ഫീ ഉദുനൈഹി വഖറാ ഫബശ്ശിർഹു ബിഅദാബിൻ അലീം. അല്ലാഹു പറയുന്നു, അവർക്ക് നമ്മുടെ ആയത്തുകൾ കേൾപ്പിക്കപ്പെട്ടാൽ അവൻ അഹങ്കാരത്തോടുകൂടി തിരിഞ്ഞു കളയും, അവൻ അത് കേട്ടിട്ടില്ലാത്തതുപോലെ അവന്റെ ചെവിയിൽ ഒരു മൂടി വെച്ചതുപോലെയുണ്ട്. ഫബശ്ശിർഹു ബിഅദാബിൻ അലീം, വേദനയേറിയ ശിക്ഷ കൊണ്ട് അവന് സന്തോഷ വാർത്ത അറിയിക്കുക. നോക്കൂ നിങ്ങൾ, ഈ ആയത്തുകളിൽ പറയപ്പെട്ട ലഹുൽ ഹദീസ്, വിനോദത്തിന്റെ സംസാരങ്ങൾ എന്നതിന്റെ ഉദ്ദേശം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, അൽ ഗിനാ, ഇവിടെ ഉദ്ദേശിച്ചത് സംഗീതമാണ്. ഇതേ ഉദ്ദേശത്തിൽ തന്നെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഗിനാ വല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു തന്നെ സത്യം, ഇവിടെ ഉദ്ദേശിക്കുന്നത് സംഗീതമാണ്. ആരാണ് പറയുന്നത്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, സഹാബികളിലെ നേതാവാണ് അദ്ദേഹം. ആരാണ് പറയുന്നത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, മുഫസ്സിരീങ്ങളുടെ നേതാവാണ് അദ്ദേഹം. ആരാണ് പറയുന്നത്? ജാബിർ ഇബ്നു അബ്ദുല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ പ്രമുഖൻ. ആരാണ് പറയുന്നത്? സഈദ് ഇബ്നു ജുബൈർ, താബിഈ പണ്ഡിതന്മാരിൽ ഒന്നാമനെന്നറിയപ്പെട്ട വ്യക്തി. ആരാണ് പറയുന്നത്? മുജാഹിദും മഖ്ഹൂലും അംർ ഇബ്നു ശുഐബും, താബിഈങ്ങളിലെ നേതാക്കന്മാർ. അവർ പറയുന്നു, ഇവിടെ ലഹുൽ ഹദീസ് എന്ന് പറഞ്ഞ കാര്യം അതിന്റെ ഉദ്ദേശം സംഗീതമാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് എതിരായി നിൽക്കുന്ന അല്ലാഹുവിന്റെ ഖുർആനിനെ ഉപേക്ഷിക്കുകയും അതിനെ തമാശയാക്കുകയും അതിനെ പരിഹാസമാക്കി തീർക്കുകയും സംഗീതത്തിലേക്ക് പോവുകയും ചെയ്തവരെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത് എന്ന് സഹാബികളും താബിഈങ്ങളും വിശദീകരിക്കുന്നു. കഴിഞ്ഞില്ല, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നജ്മിൽ മുശ്രിക്കീങ്ങളോടായി ചോദിക്കുന്നു, അഫമിൻ ഹാദൽ ഹദീസ് തഅജബൂൻ, അല്ലയോ മുശ്രിക്കുകളെ, ഈ കേൾക്കുന്ന ഖുർആൻ അത് കേൾക്കുമ്പോഴാണോ നിങ്ങൾക്ക് അത്ഭുതം ഉണ്ടാകുന്നത്? വതദ്ഹകൂന വലാ തബ്കൂൻ, നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ ചിരിക്കുകയും കരയാതിരിക്കുകയും ചെയ്യുകയാണോ? വഅൻതും സാമിദൂൻ,
നിങ്ങൾ സാമിദീങ്ങളാണോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു സാമിദൂൻ എന്നതിന്റെ അർത്ഥം അവിടെ ഉദ്ദേശിച്ച കാര്യം വഹുവൽ ഗിനാ, അതിന്റെ ഉദ്ദേശം സംഗീതമാണ്. ആരാണ് പറയുന്നത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. നോക്കൂ നിങ്ങൾ, ഈ ആയത്തുകളിലെല്ലാം വിശുദ്ധ ഖുർആനിനെ മാറ്റിവെക്കുകയും സംഗീതത്തിലേക്ക് പോവുകയും ചെയ്ത ആളുകൾ, അതിനെ ആസ്വദിക്കുകയും അതിലേക്ക് തിരിഞ്ഞു പോവുകയും അതേ ആസ്വാദനവും സ്വസ്ഥതയും കണ്ടെത്തുകയും ചെയ്യുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപിക്കുന്നു വിശുദ്ധ ഖുർആനിൽ. മാത്രമല്ല, ഈ ആയത്തുകളിൽ പറഞ്ഞ വിശേഷണങ്ങൾ പരിശോധിച്ചാൽ സംഗീതാസ്വാദകരുടെ കാര്യത്തിൽ അത് കൃത്യമായി മാറി നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഈ ആയത്തിൽ പറഞ്ഞതുപോലെ വഅൻതും സാമിദൂൻ, നിങ്ങൾ അതിൽ മയങ്ങിയിരിക്കുകയാണ്. സംഗീതം ആസ്വദിക്കുന്നവർ, അവർക്ക് സംഗീതമാണ് വേണ്ടത്. അവരുടെ ഒഴിവുവേളകൾ അവർക്ക് സ്വസ്ഥമായി തീരണമെങ്കിൽ, അവർക്ക് കിടന്നുറങ്ങണമെങ്കിൽ, അവർക്ക് വാഹനം ഓടിക്കണമെങ്കിൽ, അവർക്ക് വർത്തമാനം പറഞ്ഞിരിക്കണമെങ്കിൽ, അവർക്ക് സമയം കൊല്ലണമെങ്കിൽ സംഗീതം ആവശ്യമാണ്. ഖുർആനിൽ അവർക്ക് സമാധാനം കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ടാണല്ലോ ആളുകൾ അവരുടെ പ്രത്യേക മൂഡുകൾക്ക് വേണ്ടിയുള്ള സംഗീതങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നു. ചിലർക്ക് പ്രേമിച്ചാൽ മെലഡികൾ കേൾക്കണം, ചിലർക്ക് ഡാൻസ് ചെയ്യാൻ ചില പ്രത്യേക സംഗീതങ്ങൾ കേൾക്കണം, ചിലർക്ക് സങ്കടമുണ്ടായാൽ ആ സങ്കടം ഒന്ന് കുറയ്ക്കാൻ സംഗീതം കേൾക്കണം, സന്തോഷമുണ്ടായാൽ സംഗീതം കേൾക്കണം. സലഫുകൾ പറഞ്ഞത് എത്ര സത്യമാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, സംഗീതം എന്നാൽ അത് മദ്യത്തിന് പകരമായി, കള്ളിന് പകരമായി നിൽക്കുന്ന കാര്യമാണ്. കള്ള് മദ്യം എങ്ങനെ ലഹരി ഉണ്ടാക്കുന്നുവോ അതുപോലെ നിന്റെ മനസ്സിൽ സംഗീതം ലഹരി ഉണ്ടാക്കും. അതുകൊണ്ടാണല്ലോ സംഗീതത്തിൽ അടിമപ്പെട്ടു പോയ ആളുകൾ, അവർക്ക് ഉറങ്ങണമെങ്കിൽ സംഗീതം വേണം, എഴുന്നേറ്റാൽ സംഗീതം വേണം. എന്ത് സന്ദർഭങ്ങളിലും അവർക്ക് സംഗീതമില്ലാതെ നിലനിൽക്കാൻ കഴിയില്ല. അതിന്റെ മത്തു ബാധിച്ചവരായി അവരെ നിനക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, അള്ളാഹു പറഞ്ഞ കൃത്യമായ വിശേഷണം അവരിൽ പുലർന്നു കാണാം നിനക്ക്. അള്ളാഹു പറഞ്ഞു, അഫമിൻ ഹാദൽ ഹദീസി തഅജബൂൻ, നിങ്ങൾക്ക് ഈ ഖുർആൻ അത് കേൾക്കുമ്പോഴാണോ അത്ഭുതമുണ്ടാകുന്നത്? വതദ്ഹഖൂന വലാ തബ്കൂൻ, ഇത് കേൾക്കുമ്പോഴാണോ നിങ്ങൾ ചിരിക്കുകയും കരയാതിരിക്കുകയും ചെയ്യുന്നത്? സംഗീതം ഹൃദയത്തിൽ അടിയുറച്ചുപോയ ആളുകൾ, അവരിൽ ഖുർആൻ മാറ്റമുണ്ടാക്കുകയില്ല. ഏതെങ്കിലും സംഗീതാസ്വാദകൻ ഖുർആൻ കേൾക്കുകയും സംഗീതത്തിൽ അടിയുറച്ചു നിൽക്കുകയും അതോടൊപ്പം ഖുർആൻ അവന്റെ ഹൃദയത്തിലും കണ്ണുകളിലും മാറ്റമുണ്ടാക്കുകയും ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഖുർആനിൽ ഒരുപോലെ ആസ്വാദനം ഉണ്ടാവുകയും അതോടൊപ്പം സംഗീതം കേൾക്കുകയും എന്നിട്ട് ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ കരയുകയും ചെയ്യുന്ന ഒരു സംഗീതാസ്വാദകനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അള്ളാഹു പറയുന്നു, മുഅ്മിനീങ്ങളുടെ സ്വഭാവം അവർ ഖുർആൻ കേട്ടുകഴിഞ്ഞാൽ കരയുന്നവരാണ്. അവർക്ക് രോമാഞ്ചം ഉണ്ടാകുന്നത് വിശുദ്ധ ഖുർആനിൽ ആയത്തുകൾ കേൾക്കുമ്പോഴാണ്, പരലോകത്തെ കുറിച്ച് കേൾക്കുമ്പോഴാണ്, അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോഴാണ്. സംഗീതം അള്ളാഹുവിന്റെ ഖുർആനിന്റെ മാസ്മരികത അത് ആസ്വദിക്കുന്നതിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തെ തടഞ്ഞു കളയും, നിങ്ങളുടെ ഹൃദയത്തിന് മൂടിയിടും. അള്ളാഹു പറഞ്ഞതുപോലെ കഅന്ന ഫീ ആദാനിഹിം വഖറാ, അവരുടെ ചെവികൾക്ക് ഒരു മൂടിയുള്ളതുപോലെ. അത് സംഗീതം നിങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടാക്കുന്ന മൂടിയാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാം, റബ്ബുൽ ആലമീനായ ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിന്റെ വാക്കുകളിൽ ഭംഗി കണ്ടെത്താൻ കഴിയാതിരിക്കുക എന്നത് സംഗീതത്തിന്റെ അത് കേൾക്കുന്നതിന് അനന്തര ഫലങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് സഹോദര, ഈ ആയത്തുകൾ നീ കേട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനിന്റെ അവസാനത്തിൽ ഇബാദുർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിന്റെ അടിമകൾ, അവരെ കുറിച്ച് വിശദീകരിക്കവേ അല്ലാഹു പറഞ്ഞു, വല്ലദീന ലാ യശ്ഹദൂന സൂർ, അവർ സൂർ അത് കേൾക്കാത്ത ആളുകളാണ്. എന്താണ് സൂർ എന്ന് പറഞ്ഞാൽ? എല്ലാ ബാത്തിലായ വാക്കുകൾക്കും സൂർ എന്ന് പറയാം. എന്നാൽ സഹാബികളിൽ ചിലർ, അതുപോലെ താബിഈങ്ങളിൽ ചിലർ വിശദീകരിച്ചു. ഇമാം മുജാഹിദ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഐ ലാ യസ്മഊനൽ ഗിനാ, അവർ സംഗീതം കേൾക്കാത്തവരാണ്. ആർ? ഇബാദുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ അടിമകൾ, അവർ സംഗീതം കേൾക്കാത്തവരാണ്. ഇതെല്ലാം വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾക്ക് മുൻഗാമികളായ സലഫുകൾ, സഹാബികളെ കൂട്ടത്തിലുണ്ട്, താബിഈങ്ങളെ കൂട്ടത്തിലുണ്ട്, തബഉ താബിഈങ്ങളെ കൂട്ടത്തിലുണ്ട്, പിൽക്കാലഘട്ടത്തിൽ വന്ന മദ്ഹബിന്റെ ഇമാമുമാരെ കൂട്ടത്തിലുണ്ട്, ഇസ്ലാമിൽ അറിയപ്പെട്ട പണ്ഡിതന്മാർ, അവരെല്ലാം ഈ ഭാഗത്തുണ്ട്. അവരെല്ലാം പറയുന്നു, വിശുദ്ധ ഖുർആനിൽ ഈ പറഞ്ഞ ആയത്തുകളുടെ ഉദ്ദേശം സംഗീതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വാക്കുകളിൽ കുറച്ചുകൂടി വ്യക്തമായ പരാമർശങ്ങൾ കാണാം. റസൂലുള്ളാഹി പറഞ്ഞു, ലയകൂനന്ന മിൻ ഉമ്മതി അഖ്വാമുൻ യസ്തഹില്ലൂന അൽഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ്, എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകും, അവർ യസ്തഹില്ലൂന അൽഹിർ, അവർ വ്യഭിചാരം അനുവദിക്കും. എത്ര സത്യമാണ് ഈ ഹദീസിൽ പരാമർശിക്കപ്പെട്ട കാര്യങ്ങൾ. അവ മിക്കതും ഇന്ന് ഈ പറയുന്ന പുരോഗമനാശയക്കാർ അനുവദിച്ച കാര്യങ്ങളിൽ പെട്ടതാണ്. അതിൽ മുസ്ലിം പേരുള്ള ആളുകളുണ്ട്, അല്ലാത്ത ആളുകളുമുണ്ട്. റസൂലുള്ളാഹി പറയുന്നു, യസ്തഹില്ലൂന അൽഹിർ, അവർ വ്യഭിചാരം അനുവദിക്കും, വൽ ഹരീർ, പട്ടുവസ്ത്രം അനുവദിക്കും, വൽ ഖംർ, മദ്യം അനുവദനീയമാക്കും, വൽ മആസിഫ്, സംഗീതോപകരണങ്ങൾ അനുവദനീയമാക്കും.